ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഒരു ഹെൽത്തി ഡ്രിങ്കാണ് കാണിക്കുന്നത്. ഒരു സൂപ്പാണ്. അത് ഇവിടെ തമിഴ്നാട്ടിൽ വളരെ ഫേമസ് ആയിട്ട് ഈ മഞ്ഞുകാലത്ത് കഫക്കെട്ട്, കോൾഡ് ഇങ്ങനെയൊക്കെ ഉള്ളപ്പം, കോൾഡിന് ഇത്തിരി പനിയൊക്കെ ഉള്ളപ്പം ഇവിടെ ഉപയോഗിക്കുന്ന ഒരു ഹെർബാണ് ഇത്. തൂതുവളം എന്ന് പറയും, തുത്തലം എന്ന് പറയും, പുത്തരിച്ചുണ്ട എന്ന് പറയും നമ്മളെ കേരളത്തിൽ, മലയാളത്തിൽ. അപ്പോൾ ഇത് ഇവിടെ ഒരു കായ് കാണിക്കാനാണ് ഞാൻ ഈ വെച്ചിരിക്കുന്നത്. ഒരു വയലറ്റ് കളറുള്ള പൂവാണ് ഇതിന്. അപ്പോൾ ഇതതിൻ്റെ വിത്താണ്. ഞാൻ എന്തായാലും ഇതും കുറച്ച് എൻ്റെ വീട്ടിൽ നട്ടുപിടിപ്പിക്കണം എന്നുണ്ട് എനിക്ക്. ഇതുപോലത്തെ നല്ല സാധനങ്ങളൊക്കെ നമുക്ക് ഹെൽത്തിന് നല്ലതല്ലേ. അപ്പോൾ ഇതിൻ്റെ സൂപ്പ്, രസം, തൂതുവെള്ള സൂപ്പാണ് അവർ കോൾഡ് വരുമ്പോൾ എപ്പോഴും ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കുന്നത്. അപ്പം അത് എനിക്ക് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. ഇത് ഹെൽത്തിന് വളരെ നല്ലതല്ലേ. അതുകൊണ്ട് ഇത് തൂതുവെള്ള രസം എന്നാണ് അവർ പറയുന്നത് കേട്ടോ. രസം, സൂപ്പ് എല്ലാം ഒന്നാണല്ലോ. ഇതാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഇതിന് വേണ്ട സാധനങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തക്കാളി, കുറച്ച് നല്ല പുളിയുള്ള തക്കാളിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ തക്കാളി വെച്ചിരിക്കുന്നത്. നമ്മളെ കേരളത്താണെങ്കിൽ നമ്മൾ ഇത്തിരി നാരങ്ങ അവസാനം ഇറക്കിയ ശേഷം ഇത്തിരി ഒരു അര നാരങ്ങ ചേർക്കാം. അതുകൊണ്ടാണ് ഞാൻ അതും കൂടെ കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെ എടുത്ത് വെച്ചത്. ഇത് ഞാൻ ഇപ്പോൾ ആവശ്യം വന്നാൽ മാത്രമേ ഞാൻ ഉപയോഗിക്കാൻ പോകുന്നുള്ളൂ. പിന്നെ മഞ്ഞൾപ്പൊടി നമ്മൾക്ക് എല്ലാത്തിനും നല്ലതല്ലേ. മഞ്ഞൾ, ശകലം ഉപ്പ്, കുരുമുളക്, ജീരകം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ചതച്ച് ചേർക്കും. എന്നിട്ട് ഞാൻ ഇതിന് ആവശ്യത്തിനുള്ള വെള്ളം ഈ കപ്പിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് ഓരോരുത്തർ ചെറിയ, ഇത് 200 അല്ല, ഒരു 170, 150 അതുപോലത്തെ ml ആണ് എടുത്തിരിക്കുന്നത്. ഞാനിതാ പാത്രത്തിൽ എടുത്ത് പൊടിക്കാനായിട്ട് ഇവിടെ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിത് മെഷർ ചെയ്ത് നിങ്ങൾക്ക് കാണിക്കാം. ഇത് ഞാനൊന്ന്, ഇതിലിത്തിരി മുള്ളൊക്കെ ഉണ്ടാവും കേട്ടോ. അതിൻ്റെ അടയാളം പറയാനായിട്ട് ഞാൻ പറയുന്നത് മുള്ളൊക്കെ ഉള്ളതാണ്. ഇത് ഞാൻ ഉള്ളി പതുക്കെ ഒന്ന് എടുത്തിട്ട് നിങ്ങൾക്ക് ബാക്കിയുള്ളതും കൂടെ കാണിച്ചു തരാം. സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. എന്നുവെച്ചാൽ ഞാൻ ഇതുപോലത്തെ ഈസി ആയിട്ട് ഹെൽത്തിന് വളരെ ഗുണകരമായിട്ട് വ്യത്യസ്തമായിട്ട് നമുക്ക് എത്തിച്ചു തരണം, നമ്മളെല്ലാവരിലും എത്തിച്ചു തരണം എന്നുള്ളതാണ് എൻ്റെ ഒരു മോട്ടീവ് തന്നെ. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഫ്രണ്ട്സ്. അതുകൊണ്ട് നമ്മൾ ആരോഗ്യവും കാത്തു സൂക്ഷിക്കണം ആഹാരത്തിലൂടെ. അത് നമുക്കൊന്ന് നോക്കാം ഫ്രണ്ട്സ്. ഏറ്റിയുടെ ഞാനിതൊന്ന് ക്ലീൻ ചെയ്തേക്കാം. ഫ്രണ്ട്സ്, ഞാനിത് അത്രയും അരിഞ്ഞെടുത്തുകൊണ്ട് വന്നു. അരിഞ്ഞെടുത്തത് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇങ്ങനെ കത്രിക ഇട്ടാണ് മുറിച്ചത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നല്ല ചെറിയ മുള്ളുണ്ട്. അപ്പോൾ ഈ കത്രിക ഇട്ട് ഇങ്ങനെ മുറിച്ചാണ് ഞാൻ ഇതിലേക്ക് ഇട്ടത്. എന്നിട്ട് അതിൻ്റെ ഇല കാണാനായിട്ട് ഈ ഷേപ്പിലാണ് ഇല ഇരിക്കുന്നത്. നിങ്ങളതുകൊണ്ട് നന്നായിട്ട് കണ്ട് അത് മനസ്സിലാക്കിയോളേ ഫ്രണ്ട്സ്. അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഈ പുറയിലൊക്കെ മുള്ളുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കീറിയിടണമെന്നേ ഉള്ളൂ. ഞാനപ്പോൾ ബാക്കിയുള്ളതും കൂടെ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇതിനകത്ത് ഞാൻ ഈ ഗ്ലാസ്സിൽ 2 ഗ്ലാസ്സാണ് വെള്ളം വയ്ക്കുന്നത്. വെള്ളം വെച്ച് തിളപ്പിക്കാനായിട്ട് വയ്ക്കുന്നുണ്ട്. തിളപ്പിക്കുമ്പോഴേക്കും ഞാൻ മഞ്ഞൾപ്പൊടിയും, ഉപ്പ്, കുരുമുളകും, ജീരകവും കൂടെ ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട്. തക്കാളി പുളിയുള്ള നാടൻ തക്കാളി ആയതുകൊണ്ട് ചെറുതായിട്ട് 2 എണ്ണം എടുത്തു. അതാണിത്. നിങ്ങൾക്ക് ഇത്തിരി കൂടെ പുളി വേണമെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ നാരങ്ങയുടെ പകുതി അവസാനം ചേർക്കുക, അതേ ചേർക്കണ്ട. അപ്പോൾ ഇതാണ് ഞാൻ ഇന്നിപ്പോൾ ചെയ്യാൻ പോണത്. ഞാൻ ഓരോന്നായിട്ട് ഇടാം ഫ്രണ്ട്സ്. മഞ്ഞളും ഉപ്പും കുരുമുളകും ഞാൻ ആദ്യം ഇടാം. അതാണ് നമുക്ക് നന്നായിട്ട് ആ കുരുമുളകിൻ്റെയും ജീരകത്തിൻ്റെയൊക്കെ സത്ത് വരാനുണ്ട്. പിന്നെ മഞ്ഞൾ എപ്പോഴും ദേഹത്തിന് നമുക്ക് എവിടെയൊക്കെ ഉൾപ്പെടുത്താൻ പറ്റുമോ അതിലെല്ലാം ഞാൻ മഞ്ഞൾ ഉൾപ്പെടുത്താറുണ്ട്. അത് കാരണം അതൊന്ന് തിളക്കട്ടെ. തക്കാളി അതും കൂടെ ഞാനൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇതും കൂടെ ഈ തൂതുവെള്ളം, പുത്തരിച്ചുണ്ട, അതൊന്ന് ഞാൻ ഇതിനകത്ത് ഇടുന്നുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. ഈ രസം ഒന്ന് നന്നായിട്ട് തിളച്ചിട്ട് ഒന്നാവട്ടെ. നമുക്കിപ്പോൾ കുറച്ച് നേരം പറ്റിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു 1/4 ഗ്ലാസ് കൂടെ വെള്ളം ചേർക്കാം. എന്നുവെച്ചാൽ നമ്മൾ ഒന്ന് പറ്റിക്കുമ്പോഴേക്കും അതിലെ വെള്ളം പോയി നമുക്ക് 2 പേർക്ക് കുടിക്കുകയാണെങ്കിൽ ഇത്രയൊക്കെ തന്നെ ധാരാളമാണ്. നമുക്കപ്പം ഇതൊന്ന് കുടിക്കാനായിട്ട് എടുക്കാം. അപ്പോൾ ഒന്ന് തിളച്ച് നമുക്കൊന്ന് നന്നായിട്ട് ഒന്ന് പാകമായിട്ട് വരട്ടെ ഫ്രണ്ട്സ്. കോൾഡിനും ഇതാണ് പറഞ്ഞത്. ഒരുപാട് ഇമ്മ്യൂണിറ്റിക്ക് ഇത് ബൂസ്റ്ററാണ്. നല്ല ഔഷധ ഗുണമുള്ളതാണ്. നമ്മളുടെ പറമ്പുകളിലൊക്കെ ഇത് പുത്തരിച്ചുണ്ടാക്കൂ, തൂതുവെള്ളം, തൂതൻ, അങ്ങനെയൊക്കെ പല പേരുകളുണ്ട്. അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്തിട്ട് ഇത് ഉപയോഗിക്കണേ. മുള്ളും വയലറ്റ് കളർ പൂവും ഒക്കെ ഈ ഷേപ്പിലുള്ള ഇലയും ചുമന്ന കായും ഇതൊക്കെയാണ് ഇതിൻ്റെ അടയാളം. അതുകൊണ്ട് ഫ്രണ്ട്സ് ഇതൊന്ന് നോക്കുക കേട്ടോ. ഈ രസം വളരെ നല്ലതാണ്. നമുക്ക് പ്രത്യേകിച്ച് കേരളത്തിൽ ഒരുപാട് ഇങ്ങനെ ഒരു മോയ്സ്നെസ് ഉള്ളത് കൊണ്ട് എപ്പോഴും ഒരു മഴയുടെ ഇതും എപ്പോഴും വന്നു പോകണതുകൊണ്ട് ഈ കോൾഡിന് നമുക്ക് നല്ലതാണ്. അപ്പോൾ നമുക്ക് ഇമ്മ്യൂണിറ്റിക്കുള്ള ഒരു ബെസ്റ്റ്. ഇവിടെ കോൾഡ് എന്ന് പറഞ്ഞാൽ തൂതുവളം,
രസം, ഇതാണ് അവർ പറയുന്നത്. തൂതുവളൈ രസം എന്ന് പറയുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, വാച്ച് ചെയ്യണേ. ഞാൻ ബാക്കിയും കൂടെ കാണിച്ചു തരാം. സബ്സ്ക്രൈബ് ചെയ്യണേ ഫ്രണ്ട്സ്. നമുക്ക് ഇതുപോലത്തെ നല്ല നല്ല വിഭവങ്ങൾ ഇടാനുണ്ട്. ഒത്തിരി എൻ്റെ പ്ലാനിലുണ്ട്, അതുകൊണ്ടാണേ. ഫ്രണ്ട്സ്, നമ്മൾ തൂതുവളം പുത്തരിച്ചുണ്ട സൂപ്പ് റെഡിയായിട്ടുണ്ട്. നന്നായിട്ട് അതിൻ്റെ ഒരു ഇത് കാണിക്കാനാണ് ഞാൻ ഇവിടെ കുറച്ച് വെച്ചിട്ടുള്ളത്. ഇത് നമ്മളെ വീട്ടുമുറ്റത്തുണ്ടായതുകൊണ്ട് കുറച്ച് കിട്ടിയതിനെ വെച്ചാൽ ചെയ്തത്. നല്ല സൂപ്പ് ഞാൻ അരിച്ചെടുത്തു, അത് കാരണമാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അതിൻ്റെ സത്ത് മൊത്തം ഇറങ്ങിയിട്ടുണ്ട്. തക്കാളിയുടെ സത്തും എല്ലാം, കുരുമുളക്, ജീരകം എല്ലാം നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഇത് നല്ലൊരു ഡിഷാണ്. നമ്മൾ ഈ ചായ മാത്രം കുടിക്കുന്നതിന് പകരം ഇങ്ങനെയൊക്കെ നമ്മൾ ആരോഗ്യമായിട്ട് നമ്മളുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തിയാൽ നമുക്ക് ഭാവിയിൽ ഒത്തിരി അത് ഗുണങ്ങളുണ്ടാവും. എളുപ്പത്തിൽ നമ്മൾ ഇതിലേക്കൊക്കെ വരാൻ പറ്റും കേട്ടോ. വൺസ് ഇതൊക്കെ കുടിച്ചവർക്ക് പിന്നെ ചായനെ കാണും ഇതാണ് കൂടുതൽ നല്ലതെന്ന് തോന്നുന്നുണ്ട്. അത് കാരണം ഞാൻ ഇങ്ങനത്തെ കുറച്ച് ഈസി ആയിട്ടുള്ളതൊക്കെ എൻ്റെ വീട്ടിൽ എപ്പോഴും ഉപയോഗിക്കാറുണ്ട്. എനിക്കിഷ്ടമാണ്. ഇപ്പോൾ കോൾഡ് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഇമ്മീഡിയറ്റായിട്ട് ഇതുപോലത്തെ എന്തെങ്കിലും, കോൾഡ് എന്ന് പറയുമ്പോഴേ തണുപ്പ് കൊണ്ടുവരുന്ന അസുഖങ്ങളാണ്. നമ്മളതിന് ചൂടായിട്ടുള്ള സാധനം വെച്ചിട്ടും ചിലതൊക്കെ നമ്മൾ ബോഡിയിൽ സ്റ്റിമുലേറ്റ് ചെയ്യാൻ പറ്റും. അതും ഞാൻ പ്രാക്ടീസ് ചെയ്യാറുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. ഞാനിങ്ങനെ നിങ്ങളുടെ അടുത്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോന്നായിട്ട് പറഞ്ഞു തരാം. നിങ്ങളിതെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് വാച്ച് ചെയ്യുക. എൻ്റെ കുക്കിങ്ങൊക്കെ ഹെൽത്തിയും സിമ്പിളുമായിരിക്കും. ഫോളോ ചെയ്യുക ഫ്രണ്ട്സ്. ഞാൻ അടുത്ത ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം. ഞാൻ അടുത്തത് കാണിക്കുന്നത് പെരണ്ടയാണ്. പെരണ്ട നമ്മൾ ഫുഡിൽ എങ്ങനെയാണ് ഇൻക്ലൂഡ്, ഇതിപ്പോൾ സൂപ്പല്ല ആദ്യം കാണിച്ചത്. ഇത് ഫുഡിൽ എങ്ങനെയാണ് പെരണ്ട ഉപയോഗിക്കണേ എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ളതാണ്. പെരണ്ട നമുക്കറിയാമല്ലോ, ചിലപ്പോൾ പച്ചമരുന്ന് കടകളിൽ ഞാൻ കാണാറുണ്ട്, നാട്ടിൻ പുറങ്ങളിൽ ഇത് കുറേ കാണാറുണ്ട്. ഇതാണ് പെരണ്ട. ഇത് വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് അടുത്തത് റെഡിയാക്കി കാണിച്ചു തരാം. സബ്സ്ക്രൈബ് ചെയ്ത് കാണുകയെ. ഓരോന്നായിട്ട് 1 by 1 ആയിട്ട് വരും കേട്ടോ ഫ്രണ്ട്സ്. അതുകൊണ്ട് ഇതൊക്കെ സ്കിപ്പ് ചെയ്യാതെ നന്നായിട്ട് കണ്ട് ഇതെല്ലാം എങ്ങനെ നമ്മളുടെ ഡേ ടു ഡേ ലൈഫിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഇതൊക്കെ നമ്മൾ ആയുർവേദത്തിൽ പോയി കഴിഞ്ഞാൽ അവർ ഏറ്റവും കൂടുതൽ ഇതിനെയൊക്കെ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ഞാൻ അങ്ങനെ ഒത്തിരി കേട്ടിട്ടുള്ളതാണ്. ഞങ്ങളുടെ നാട്ടിൽ ഇത് ഒത്തിരി ഉപയോഗിക്കുന്നുമുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്ത് പറഞ്ഞു തരാം കേട്ടോ ഫ്രണ്ട്സ്. സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. താങ്ക് യു ഫോർ വാച്ചിങ്.